പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു നിർണായകമായ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ആ കരാർ ഇന്ത്യക്ക് ഭീഷണിയായി മാറുമോ? അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ കേന്ദ്ര സർക്കാർ അത് പരിശോധിക്കുമെന്ന് പറയുന്നത്? തിരിച്ചറിഞ്ഞതുകൊണ്ടല്ല, തിരിച്ചറിയാം ഇന്ത്യക്ക് എന്നുള്ളതാണ്. പക്ഷേ സൗദി അറേബ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇന്ത്യക്ക് എതിരെയുള്ള ഒരു കരാറൊന്നുമല്ല. സ്വന്തം പേടി കൊണ്ട് സൗദി അറേബ്യ നടത്തേണ്ടി വന്നൊരു കരാറാണ്. ഖത്തറിലേക്ക് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മിസൈൽ വന്നു. ഇനിയിപ്പോൾ നാളെ സൗദി അറേബ്യയിലേക്ക് അത് വന്നുകൂടാ എന്നില്ല. കാരണം സൗദി അറേബ്യയും കടന്നാണ് ഖത്തറിലേക്ക് പോയിരിക്കുന്നത്. അതിനും അപ്പുറമാണ് ഇസ്രായേലിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇനി തങ്ങളുടെ മേൽ പതിച്ചാലോ, അപ്പോൾ ഇത് വളരെ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. അതിനൊരു സുരക്ഷാ ബോധം ഈ രാജ്യത്തിന്, അവിടുത്തെ കിരീടാവകാശിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആരെയെങ്കിലും ഒന്ന് പിടിച്ചു കൂട്ടിന് വേണം എന്ന് നോക്കിയപ്പോൾ തൊട്ടടുത്ത് പാകിസ്ഥാൻ ഗത്യന്തരമില്ലാതെ നിൽക്കുന്നുണ്ട്. ഒരു കരാർ കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്നതാണ്. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടത്. ഷാങ്ഹായ് ഉച്ചകോടിയിലും ആരുടെയെങ്കിലും ഒന്ന് കൈ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അവരുടെ പ്രസിഡൻറ്റിനെയാണ് കണ്ടത്, ഷഹബാസ് ഷെറീഫ്. അതുപോലെ തന്നെയായിരുന്നു അവരുടെ ക്യാപ്റ്റനും, ഇന്ത്യക്കൊന്ന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് കൈയും നീട്ടി നിൽക്കുന്ന അവരുടെ ക്യാപ്റ്റൻ. വല്ലാതെ ചമ്മിപ്പോയി ഈ രണ്ടുപേരും. അല്ല, പക്ഷേ കരാർ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമായിരുന്നു. കാരണം ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ മറ്റൊരു രാജ്യം ഇടപെടും. അത് കരാറിന്റെ ഭാഗമായി നടക്കണമല്ലോ സ്വാഭാവികമായി. അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. എന്തെന്ന് വെച്ചാൽ ഇസ്രായേലിനെ കുറിച്ചുള്ള പേടിയാണ്, ഭീതിയാണ്. ഇസ്രായേലിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്ന ആരാ? അമേരിക്കയാണ്. അതല്ലേ റൂബിൻ അവിടെ പോയിട്ട് ചർച്ചകളൊക്കെ നടത്തിയിട്ട് ഹമാസിനെ മുഴുവൻ തീർത്തോളാൻ ലൈസൻസ് കൊടുത്തിരിക്കുക, അനുമതി കൊടുത്തിരിക്കുക. അതൃപ്തി പ്രകടിപ്പിച്ചു, അസന്തുഷ്ടി പ്രകടിപ്പിച്ചു എന്നൊക്കെ ചില വാക്കുകൾ ഡിപ്ലോമാറ്റിക്കായിട്ട് നമുക്കിടയ്ക്ക് കേൾക്കാം ക്യാപിറ്റൽ ഹില്ലിൽ നിന്ന്. ഒരു കാര്യവുമില്ല. അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇസ്രായേൽ ഈ ആക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പഴിചാരാനുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. വാസ്തവത്തിൽ അമേരിക്കയുടെ ആസൂത്രണം, ദ ബിഗ് തിയേറ്റർ ഓഫ് വാർ ഈസ് അമേരിക്ക. അതിൻ്റെ വാർ റൂം എന്ന് പറയുന്ന അമേരിക്കയെ ഒരു സംശയം വേണ്ട. ട്രംപ് പറഞ്ഞതും അത് തന്നെയായിരുന്നു. ഹമാസുകാരെ എല്ലാം പല രാജ്യങ്ങളും ഏറ്റെടുക്കണം. സൗദി അറേബ്യ കുറേ പേര്, അപ്പുറത്ത് ജോർദാൻ കുറേ പേര്, ഈജിപ്റ്റ് കുറേ പേരെ ഏറ്റെടുക്കണം. സിറിയ നല്ല ബന്ധത്തിലല്ലായിരുന്നു അന്നെങ്കിലും അവരും കുറേ പേര് ഏറ്റെടുത്ത് കഴിഞ്ഞ ഇവരെല്ലാം അങ്ങ് ഒതുക്കി കഴിഞ്ഞാൽ ഇസ്രായേലിനുള്ള ഭീഷണി ഇല്ലാതായി. ഇസ്രായേലിൻ്റെ ആ ഒരു സുരക്ഷിതാബോധമില്ലായ്മയിൽ നിന്നാണ് യുദ്ധത്തിൻ്റെ തുടക്കം തന്നെ. കാരണം ഹമാസിൻ്റെ ഏതെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയെങ്കിലും അവിടെ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ, ഇപ്പോഴത്തെ അല്ല, ഇസ്രായേലിൻ്റെ ഭാവി സുരക്ഷിതമല്ല. കാരണം ഒരു ജൂതരാഷ്ട്രം എന്ന് പറഞ്ഞ ഒരു അമുസ്ലിം രാഷ്ട്രം അറബ് രാജ്യങ്ങളുടെ മധ്യത്തിൽ വരാൻ അവിടെയുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് വേണം. അതുകൊണ്ട് ഇത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നില്ല. ആ രാജ്യങ്ങളെല്ലാം ഒന്ന് യുദ്ധം ചെയ്ത് നോക്കി ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് നടന്നില്ല, തോറ്റ് പിന്മാറിക്കഴിഞ്ഞതിൽ പിന്നെ അവർ നിശബ്ദത പാലിക്കുകയാണ്. ഇനി ഇസ്രായേലിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുന്ന അവർക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം അത്രമേൽ അപകടത്തിലാവുമെന്ന് മാത്രമല്ല, അവരുടെ വലിയ വലിയ എണ്ണ ശേഖരണ, എണ്ണ മൈനുകൾ അവിടെയുണ്ട്, എണ്ണ കുഴിച്ചെടുക്കുന്ന കിണറുകൾ, പൂർത്തിയാക്കണം. എണ്ണ കിണറുകൾ ധാരാളമുണ്ട്. അതിലെങ്ങാണ് ഇതുപോലൊരു മിസൈൽ പതിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഖത്തറിലെ കെട്ടിടത്തിന് മിസൈൽ പോയതുപോലല്ല, കത്തും. രാജ്യങ്ങൾ മുഴുവൻ കത്തും, അവിടെ മുഴുവൻ ചാമ്പലായിത്തീരും. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും എന്നുള്ള ഭീതിയിലാണ് അവർ നിൽക്കുന്നത്. ഫോസിൽ ഫ്യൂവൽ മുഴുവൻ കത്തിത്തീരും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കരാർ. ഇനി ചോദ്യം, ഈ കരാർ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യ ആക്രമിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തില്ലേ? ആക്രമിച്ചോട്ടെ, നമുക്ക് നല്ലതല്ലേ. കാരണം സൗദി അറേബ്യയ്ക്ക് കാര്യത്തിൽ വലുതായിട്ടൊന്നും ചെയ്യല്ല, കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ളതല്ല. സൈന്യത്തെ ഇങ്ങോട്ട് അയക്കാൻ അവർക്കുണ്ടോ സൈന്യം? പിന്നെ എന്ത് കുന്തോ അവർക്കിരിക്കുന്നത്? അമേരിക്കയുടെ സഹായം കൊണ്ട്, അമേരിക്കയുടെ അവിടുത്തെ മിലിറ്ററി ഇൻസ്റ്റാലേഷൻസിൻ്റെ ഒരു സുരക്ഷിതത്വം ആ മിസൈലുകൾ മാത്രമേ അവർക്കുള്ളൂ. അത് അമേരിക്ക തീരുമാനിക്കും, അമേരിക്കയും കൊടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. അതിനെല്ലാം നേരിടാൻ പാകത്തിലുള്ള സ്റ്റേറ്റ് ഓഫ് ദി ആർട്ടായിട്ടുള്ള കട്ടിംഗ് ദി എഡ്ജ് ടെക്നോളജിയാണ് ഇന്ത്യ ഇപ്പോൾ പുതുതായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ആത്മനിർഭർ ഭാരതി കൂടെ തന്നെ ഇന്ത്യക്കെതിരെയെല്ലാം നേരിടാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ക്രാന്തദർശിയായിട്ടുള്ള പ്രധാനമന്ത്രി നമുക്കുണ്ട്. അത് അമേരിക്ക ട്രംപിനും അറിയാം, ലോക നേതാക്കൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അത്ര എളുപ്പമൊന്നും ആയിരിക്കത്തില്ല. സൗദി അറേബ്യ അല്ല, പണ്ട് തുർക്കിയാണല്ലോ സഹായിച്ചുകൊണ്ടിരുന്നത്. ചൈനയും കൂടെ സഹായിച്ചുകൊണ്ടിരുന്നിട്ടും പൊട്ടിപ്പാളീസായില്ലേ 3 പേരും കൂടെ ചേർന്നിട്ടും? ഇന്ത്യ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തോപ്പിച്ചു കൊടുത്തില്ലേ?
അതിനെപ്പറ്റി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അവിടെ ഭീകര നേതാക്കളൊക്കെ, വിലപിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴും തിരിച്ചടിക്കാൻ ഒറ്റയാൾ തയ്യാറായിട്ടുണ്ട്. ഒരു ഭീകരാക്രമണം പിന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു തണ്ടിയേ അല്ല, ഒരു മാച്ചേ അല്ല. പാകിസ്ഥാനും മാച്ച് അല്ല എന്നുള്ളത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചു. ഇപ്പോഴും ലൈവായിട്ടിരിക്കുക. പാകിസ്ഥാൻ മാധ്യമങ്ങളെല്ലാം ഇത് വലിയ രീതിയിൽ കൊഴുപ്പിക്കുകയാണ്. സൗദിയും പാകിസ്ഥാനും തമ്മിൽ കരാറിൽ. സുജിത്ത് പറഞ്ഞതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമായൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ. എങ്ങനെയാണ് അത് വരുന്നത്? സൗദി അറേബ്യയ്ക്ക് അതിന് മാത്രം ഉൽപ്പന്നങ്ങളില്ല. പക്ഷേ നമുക്ക് ഇന്ത്യക്ക് സ്വന്തമായിട്ട് പെട്രോൾ കുഴിക്കുന്ന അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കുഴിക്കുന്ന കിണറുകളില്ല, സ്വന്തമായിട്ടില്ല. എവിടെയെല്ലാം നമ്മൾ പര്യവേഷണം നടത്തിയിട്ടും ബോംബെ ഹൈയിലോ അവിടെ ഇവിടെ ആസാമിലോ അവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫോസിൽ ഫ്യൂവൽ ഇല്ല. ഈ 150 കോടി ജനങ്ങളുടെ ആവശ്യത്തിനുള്ള ഇല്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സൗദി അറേബ്യ പ്രധാനമായിട്ടും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒന്നാമത്തെ വ്യാപാര പങ്കാളി എന്ന് പറയുന്നത് അമേരിക്ക. അത് പെട്രോൾ കൊണ്ട് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്ന സാധനങ്ങളുടെ വ്യാപ്തി കൊണ്ട് കൂടിയാണ്. പക്ഷേ രണ്ടാമത്തെ പങ്കാളി എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ നിന്ന് നമ്മൾ പെട്രോൾ വാങ്ങിക്കും. ഇത് ഒറ്റ എളുപ്പ വഴിയേ ഉള്ളൂ. സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ കരാറിന് എതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പോകണമെങ്കിൽ ഏറ്റവും വലിയ ശത്രുവാണ് ഇറാൻ. ഇറാനിൽ നിന്ന് നമ്മൾ പെട്രോൾ വാങ്ങിക്കും. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ഉള്ള പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങിച്ച് റിഫൈൻ ചെയ്യുക എന്നുള്ളൊരു പരിഹാരം നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അവിടെ ഒരു കുരുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിലൊരു കുരുക്ക് വന്നിരിക്കുന്നു. എന്താണ് കാര്യം? അതായത് ഇനിയിപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താൻ പോകുന്നത് ഇറാനിലെ ചാബഹർ തുറമുഖം എന്നൊരു തുറമുഖമുണ്ട്. ഇന്ത്യയും ഇറാനും ചേർന്ന് സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു തുറമുഖമാണ്. ആ തുറമുഖം ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് അവിടെ നിന്ന് ഈ ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് കയറ്റി അയക്കാൻ വളരെ എളുപ്പമാണ്. അതായത് അതിൻ്റെ കടത്തുകൂലി വളരെയധികം കുറഞ്ഞു കിട്ടും. പക്ഷേ ഈ അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അടുത്ത ഒരു ചുങ്കം, വ്യാപാര യുദ്ധമാണല്ലോ നടക്കുന്നത്, ചുങ്കം വരാൻ പോകുന്ന ചാബഹാർ തുറമുഖത്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്കാണ്. അപ്പോൾ അതൊരു ഭീഷണിയാണ് ഇന്ത്യക്ക്. പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ഏർപ്പാടുകളെല്ലാം ഈ 2 മാസം കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെ ഭംഗിയാവും. ഈ 25% റഷ്യയുമായിട്ടുള്ള വ്യാപാരത്തിന് നൽകിയ ചുങ്കം അവർ പിൻവലിക്കും. അതുകൊണ്ട് ഇപ്പോൾ ചർച്ചകൾ ഏതാണ്ട് ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാനുമായിട്ട് നമ്മളെ ബന്ധത്തിൽ ഏർപ്പെട്ട ഈ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്കൊരു മാർഗ്ഗമേ ഉള്ളൂ, സൗദിയുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ അങ്ങ് പോവുക. ഉടനെ ഒരു യുദ്ധം ചെയ്യാൻ ഇനിയിപ്പോൾ പാകിസ്ഥാന് കരുത്ത് കിട്ടിയിട്ടില്ല. അതൊന്നും അതിൻ്റെ ആ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇന്ത്യ തകർത്ത അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾ അതുപോലും ഇതുവരെ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു യുദ്ധത്തിന് ഇനി വരാനുള്ള ശേഷിയൊന്നും പാകിസ്ഥാൻ ഇപ്പോൾ ഇല്ല. അടുത്ത കാലത്തൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അതുകൊണ്ട് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം അതേ വഴിക്ക് തന്നെ പോകും. ഇനിയിപ്പോൾ ഈ കരാർ എന്നൊക്കെ പറഞ്ഞാൽ പാകിസ്ഥാനാണ് രാജ്യം. ഭരണം മാറുന്നതനുസരിച്ച് ഈ കരാറുകളൊക്കെ റദ്ദാക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. തന്നെയല്ല, അമേരിക്ക എന്ന് വിളിച്ചു പറഞ്ഞാൽ സൗദി കിരീടാവകാശിയായിട്ടുള്ള രാജകുമാരൻ തന്നെ ഇപ്പോൾ ഉടൻ തന്നെ ആ കരാർ പിൻവലിക്കാനും തയ്യാറാവും. അദ്ദേഹം തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് സമ്മതിക്കും. കിരീടാവകാശിയുടെ പേര് മുഹമ്മദ് ബിൻ സൽമൻ. ഇന്ത്യയുമായിട്ട് വളരെ സൗഹാർദ്ദം പുലർത്തുകയും അവിടുത്തെ ഏറ്റവും പരമോന്നത പുരസ്കാരം മോദിക്ക് കൊടുക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. ഒരു ഫോൺ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനുമായിട്ടുള്ള കരാർ നിലവിലില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറയാൻ തയ്യാറാവും. കാരണം അമേരിക്കയുടെ സുരക്ഷയും അമേരിക്കയുടെ അതുപോലെ ടെക്നോളജിയും കൊണ്ടാണ് അവിടെ സുഗമമായിട്ട് എണ്ണഖനനം നടന്നുകൊണ്ട് ഇരിക്കുന്നത്. അത്ര സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമൊന്നും ആയി കഴിഞ്ഞിട്ടില്ല സൗദി അറേബ്യ ഒന്നും ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ത്യ ഇതെല്ലാം സസൂക്ഷ്മം പഠിക്കും. കാരണം ഇന്ത്യക്ക് തൃപ്തിയില്ല പാകിസ്ഥാനുമായിട്ട് സൗദി അറേബ്യ ഒരു കരാറുണ്ടാക്കിയത്. തീർച്ചയായിട്ടും അമേരിക്ക ഈ കാര്യം കൂടി ഈ നടക്കുന്ന ചർച്ചകളിൽ പരിഗണിക്കും. തീർച്ചയായിട്ടും അത് ഉരുത്തിരിഞ്ഞു വരുന്നതും അവർ തീർച്ചയായിട്ടും പരിഗണിക്കും. എമേർജിങ് സിറ്റുവേഷൻസും ചർച്ചയിലുണ്ടാവും. അതിനനുസരിച്ചുള്ള ഇരുഭാഗത്തു നിന്നുള്ള ഗുഡ് വിൽ ഉണ്ടാവുകയും ചെയ്യും. അതനുസരിച്ച് ഇക്കാര്യത്തിൽ സൗദി അറേബ്യയ്ക്ക് മേലൊരു സമ്മർദ്ദം അമേരിക്ക വഴി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.